ഹായ് കൂട്ടുകാരെ, അപ്പോൾ മോളുടെ അരങ്ങേറ്റാണ് കേട്ടോ, ചെറിയ മോളുടെ. അപ്പോൾ ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും പിന്നെ ഏട്ടൻ്റെ മോനുമാണ് കേട്ടോ ഞങ്ങളെ വണ്ടിയിലുള്ളത്. പിന്നെ ഏട്ടൻ്റെ മോളും ഉണ്ട് അരങ്ങേറ്റത്തിന്. അവരെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്നും വിളിച്ചില്ല, ഞങ്ങളെ വീട്ടിലത്തെ വണ്ടി തന്നെ എടുത്ത് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8:30 കൂടിയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരിക കേട്ടോ. അപ്പോൾ പട്ടാമ്പിയൊക്കെ എത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഇതാ ബാത്റൂമിലൊക്കെ പോകാണ്ട് പറഞ്ഞു. അങ്ങനെ പമ്പിലൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്രയായി കേട്ടോ. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ തന്നെ നമ്മളിതാ ഗുരുവായൂരിൽ എത്തി കേട്ടോ. നമ്മളൊരു 12:30 കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എന്തായാലും നമ്മളൊരു ദിവസം അവിടെ നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഏടത്തിയമ്മേൻ്റെ അമ്മ ഉണ്ടായിരുന്നു, ഏടത്തിയമ്മ ഉണ്ട്, ഇതാ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരുള്ളൂ. പിന്നെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇനി ഉറങ്ങാനൊന്നും നേരമില്ല, 12:30 ആയെങ്കിലും നമ്മളിനി ചെന്ന് റൂമിൽ ചെന്നാൽ സാധനങ്ങളൊക്കെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കുളിച്ച് പെട്ടെന്ന് അമ്പലത്തിൽ തൊഴുകാൻ പോകണം കേട്ടോ. എന്നാലേ മക്കളെ രാവിലെ ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ ഒരുക്കാനൊക്കെ കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് ഏട്ടൻ്റെ വലിയ മോനാണ് കേട്ടോ. ഇത് പിന്നെ ഏട്ടൻ്റെ ഏട്ടനാണ്. ഇവരെ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിറഞ്ഞു നിൽക്കല്ലേ. പിന്നെ ഇതാ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് കേട്ടത്, ലിഫ്റ്റിൽ ഇങ്ങനെ കയറിപ്പോണത്. അപ്പോൾ ഇതാ മോളാണ് കേട്ടോ വീഡിയോ എടുക്കണത്. ഞാനിതാ ഏട്ടൻ്റെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്രയും പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. റൂം ഇതാ കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കണ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. ലേഡീസിനും ബോയ്സിനൊക്കെ ഇതാ വേറെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളാ പറഞ്ഞ മാതിരിക്ക് തന്നെ ഉറങ്ങാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് ചെന്നു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെന്നാൽ തന്നെ ക്യൂ എവിടെയാണ് നിൽക്കണതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങി എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം ഇതാ അപ്പോൾ 2 മണിയാണ് കേട്ടോ. റൂമിൽ നിന്ന് ഇതാ നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അമ്പലം 2 കിലോമീറ്റർ. ഇതാ അമ്പലത്തിൽ എത്തിയതിന് ശേഷം ഞങ്ങളിതാ ചെരുപ്പൊക്കെ ഊരിയതിന് ശേഷം ഇതാ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമാണല്ലോ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് മുല്ലപ്പൂ വാങ്ങാൻ പറയുകയാണ് മക്കളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് മുല്ലപ്പൂവിനോടല്ല താല്പര്യം കേട്ടോ, വേറൊരു പൂവുണ്ടായിരുന്നു, അപ്പോൾ അതിനോടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ മുല്ലപ്പൂവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഞാൻ വേറൊരു പൂവാണ് കേട്ടോ വാങ്ങിയത്. ഏടത്തിയമ്മയ്ക്ക് പിന്നെ പൂവ് വേണ്ട, തലവേദനയാണെന്ന് പറഞ്ഞ് ഏടത്തിയമ്മയും വെച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ തൊഴുകാൻ കയറുകയാണ്. അപ്പോൾ പേഴ്സൊക്കെ ഇവിടെ കൊടുത്ത് പോവാണ് കേട്ടോ. തൊഴുതിറങ്ങിയിട്ട് ഒരു 9:30-10 മണിയോട് കൂടി അപ്പോഴാണ് മൊബൈലൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുന്നത്. പേഴ്സൊക്കെ അവിടെ കൊടുത്തതായിരുന്നല്ലോ. ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു മോരും വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങി കുടിച്ചു. എത്രയും കിട്ടും കേട്ടോ, നമുക്ക് വേണമെങ്കിൽ എത്രയും കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. മക്കളെയൊക്കെ 1 മണിയാകുമ്പോഴത്തേന് ഇങ്ങനെ റൂമിലേക്ക് എത്തിക്കുകയും വേണം ഒരുക്കാൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിക്കാൻ പോയി കേട്ടോ. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. റൂമിൽ ചെന്ന് മക്കളടുത്ത് 2 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെയും മക്കളെയും കൊണ്ട് പോവുകയാണ് കേട്ടോ ഒരുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെയും കൂട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ 2 മണിക്കൂറോളൊക്കെ ഉറങ്ങി. പിന്നെ മാഷ് അവിടെ റൂം ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുക്കാനുള്ളതൊക്കെ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ മക്കളെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇതാ കുറേ കുട്ടികളുണ്ടായിരുന്നു. പകുതിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമുണ്ട്, അതേമാതിരി മോഹിനിയാട്ടത്തിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ മാഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്താ വെച്ചാൽ കുറേ കുട്ടികളെ ഒരുക്കാനുണ്ട്. അപ്പം അവരിതാ ഓരോരുത്തരായാണല്ലോ ചെല്ലുക. അപ്പോൾ രക്ഷിതാക്കളുടെ അടുത്തൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഒരുമിച്ച് നിന്നാൽ എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടാവില്ലേ, AC ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരും അങ്ങനെ കൂടുതലായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊക്കെ അതേമാതിരി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന കേട്ടോ മാഷ്. ഇതാ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കുട്ടികളൊക്കെ മോളുടെയൊക്കെ ഒരുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവൾ മാത്രമല്ല എല്ലാവരും. മോളുടെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ തവണ കഴിഞ്ഞാണ്, ഇത്തവണ മോഹിനിയാട്ടത്തിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.